ഹബീബായ നബി തങ്ങളാണ് ഇവിടെ നീതി നടപ്പാക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. വല്ലാത്തൊരു നീതി. ആ നീതിയാണ് നബി തങ്ങൾ സ്ഥാപിച്ചത്. അത് നമ്മളോട് നടപ്പാക്കാൻ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും സ്വന്തം മക്കൾക്ക് ദാനം ചെയ്യുകയാണെങ്കിൽ പോലും ഒരു വാപ്പ ഒരു ഉമ്മ മക്കൾക്ക് വിഹിതം വെച്ച് കൊടുക്കുകയാണ്, അതിൽ പോലും നിങ്ങൾ നീതി ചെയ്യണം. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അവരുടെ സ്വത്ത് എങ്ങനെ വേണമെങ്കിലും ഓഹരി വെക്കാം. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മ പറയാണ്, എൻ്റെ സ്വത്ത് ഞാൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാം. ഉമ്മ പറയാണ്, എൻ്റെ സ്വത്ത് ഞാൻ മുഴുവൻ പള്ളിക്കാണ് കൊടുക്കുന്നത്, വഖഫാണ്, ഉമ്മാക്ക് ചെയ്യാം. ഉമ്മാക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് മാത്രം കൊടുക്കാം, പറ്റും, ജായിസാണ്. പക്ഷെ ചെയ്യരുത്, അത് തെറ്റാണ്, ദുൽമാണ്. ഉമ്മാക്ക് എന്തും ചെയ്യാം, വാപ്പാക്ക് എന്തും ചെയ്യാം അവരുടെ സ്വത്തിൽ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തര സ്വത്തനുസരിച്ച് വിധിക്കാം. അള്ളാഹുവിൻ്റെ നിയമം, മീറാത്തിൻ്റെ അനന്തരാവകാശ നിയമം, ഇനി ഒരു ചർച്ചയോ അതിൽപ്പെട്ട ഒരു ഡിസ്കഷനോ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു ആണോഹരിയും പെണ്ണോഹരിയും ഭാര്യയ്ക്കെത്ര, ഭർത്താവിനെത്ര, ഉമ്മാക്കെത്ര, വാപ്പാക്കെത്ര കൃത്യമായ കണക്ക് അള്ളാഹു മീറാത്തിൻ്റെ നിയമം ഖുർആനിൽ വെച്ചിരിക്കുകയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ നിയമം അനുസരിച്ചാണ് പിന്നെ സ്വത്ത് അവിടെ ഓഹരി വെക്കേണ്ടത്. പിന്നെ നമുക്കതൊന്നും വേണ്ട, നമുക്കെല്ലാവർക്കും ഒരേപോലെ ആയാൽ പോരെ. അത് മരിക്കുന്നതിന് മുമ്പ് പറ്റും. വാപ്പ മരിക്കുന്നതിന് മുമ്പ് വാപ്പയുടെ സ്വത്തിനെ പറ്റി അങ്ങനെ വാപ്പാക്ക് പൊരുത്തമാണെങ്കിൽ ഓഹരി വെക്കാം. വാപ്പ മരിച്ചു കഴിഞ്ഞു, അനന്തര സ്വത്താണ്, അത് ഓഹരി വെക്കേണ്ടത് ശറഅ് അനുസരിച്ച് മാത്രമാണ്. അനന്തര സ്വത്തിൻ്റെ നിയമമുണ്ട്, ഖുർആനിൽ ഹദീസിലുണ്ട്, വ്യക്തമാണ്. അതിനനുസരിച്ച് ഇത് ഓഹരി വെക്കാൻ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് അവരുടെ സ്വത്ത് വേണമെങ്കിൽ അവർക്ക് തന്നെ അടിച്ചു പൊളിച്ച് തീർക്കാം. അവർക്ക് വേണമെങ്കിൽ മുഴുവൻ ഒരാൾക്ക് ദാനം കൊടുക്കാം, ഏതോ ഒരാൾക്ക്. അവർക്ക് വേണമെങ്കിൽ ഒരേപോലെ ഓഹരി വെക്കാം, 2 ഓഹരി 3 ഓഹരിയുമായിട്ട് ഏറ്റവ്യത്യാസങ്ങൾ ചെയ്യാം. അവർക്കതിന് ജായിസാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിലുണ്ട്, യഅ്ദിലൂ ബൈന ഔലാദികും ഫിൽ അത്യ്യാ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വല്ലതും കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കിടയിൽ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ നീതി ചെയ്യണം. യഅ്ദിലൂ ബൈന ഔലാദികും ഫിൽ അത്യ്യ. അങ്ങനെയുണ്ട്. ചില ഉമ്മാർക്ക് പെൺകുട്ടികളെ മാത്രമായിരിക്കും ഇഷ്ടം, ആൺകുട്ടികളെ കണ്ടുകൂടാ. ആൺകുട്ടികളെ പ്രസവിച്ച ഉമ്മ തന്നെയാണ്, ആ ഉമ്മാൻ്റെ വയറ്റിൽ തന്നെയാണ് ആൺകുട്ടികൾ വന്നത്. പക്ഷേ ഉമ്മാക്ക് ആൺകുട്ടികളെ കണ്ടുകൂടാ. ചില ഉമ്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ഇഷ്ടം, പെൺകുട്ടികളെ കണ്ടുകൂടാ. ചില ഉമ്മാർക്ക് അത്യാവശ്യം ജോലിയും സമ്പത്തൊക്കെ ഉള്ള മോനെ ഇഷ്ടം, പണിയില്ലാതെ നടക്കുന്ന മോനെ ഇഷ്ടമല്ല. അങ്ങനെയും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മക്കളാണ്, അവരോട് നീതിയോടെ പെരുമാറാവൂ. കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നീതിയോടെ കൊടുക്കണം. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമുണ്ട്. മഹാനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ എനിക്കൊരു ദാനം തന്നിരുന്നു. എൻ്റെ ഉപ്പ ഒരു ദാനം തന്നു. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി പറഞ്ഞൊരു വിഷയമാണിത്. താബിഈങ്ങളുടെ കാലത്ത് എൻ്റെ ഉപ്പ എനിക്കൊരു ദാനം തന്നപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, അംറ ബിൻതു റവാഹ എന്ന് പറയുന്ന എൻ്റെ ഉമ്മ അംറ ബിൻതു റവാഹ പറഞ്ഞു, ബഷീർ എന്നവരെ നിങ്ങൾ കൊടുക്കുന്ന ഈ സമ്പാദ്യത്തിൽ എനിക്ക് പൊരുത്തക്കേടൊന്നുമില്ല. പക്ഷേ എൻ്റെ മകൻ അംറ ബിൻതു റവാഹ എന്നത് ബഷീർ എന്നവരുടെ ഭാര്യയാണ്. അവർക്ക് വേറെയും ഭാര്യമാരുണ്ട്, അവരിലും മക്കളുണ്ട്. എൻ്റെ മോന് അംറ എന്നവർക്ക് പറയാം, എൻ്റെ മകൻ നുഅ്മാനിനാണ് നിങ്ങൾ ഈ കൊടുക്കുന്നത്. ആ കൊടുക്കുന്നതിന് അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ സാക്ഷിയാക്കണം. റസൂലിനോട് പോയി പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ബഷീർ റളിയല്ലാഹു അൻഹു പോയി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് മഹാനായ നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എൻ്റെ ഭാര്യ അംറ ബിൻതു റവാഹയുടെ മകൻ നുഅ്മാൻ ബിൻ ബഷീർ, എൻ്റെ മകൻ നുഅ്മാനിന് ഞാനിതാ ഒരു ദാനം കൊടുക്കുകയാണ് നബിയേ. ആ ദാനം നൽകുന്നതിന് അങ്ങ് സാക്ഷിയാവണം. തങ്ങൾ പറഞ്ഞു, ഒറ്റ ചോദ്യം, അംറയുടെ മകനീ കൊടുത്ത പോലെ നിന്റെ മറ്റു ഭാര്യയിലുള്ള മക്കൾക്കും ഇതുപോലെ നീ കൊടുത്തിട്ടുണ്ടോ? അവർക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കൊടുത്തിട്ടുണ്ടോ? അല്ല, കൊടുക്കുന്നുണ്ടോ? ഇല്ല നബിയേ, ഇത് ഞാൻ നുഅ്മാനിന് മാത്രം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇതിന് സാക്ഷിയാവാൻ എന്നെ കിട്ടില്ല. ഫത്തഖുല്ലാഹ വഅദിലൂ ബൈന ഔലാദികും. ബഷീറേ, നിങ്ങളുടെ മക്കൾക്ക് മുഴുവൻ നിങ്ങൾ നീതിയോടെ കൊടുക്കണം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ. ഇതിന് സാക്ഷി നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി തങ്ങൾ. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഫറദ്ദ അത്യ്യതഹു, എല്ലാ മക്കൾക്കും കൊടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരാൾക്ക് മാത്രം വേണ്ടെന്ന് പറഞ്ഞ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാൻ വെച്ചത് ബഹുമാനപ്പെട്ടവരുടെ ആ
പിതാവ് ബഷീർ റളിയല്ലാഹു അൻഹു തിരിച്ചു വാങ്ങി. ഈ സംഭവം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് നീതി. ഏതൊരു ഉമ്മയും വാപ്പയും വളരെ വ്യക്തമായി ചെവി തുറന്ന് കേൾക്കണം. മക്കളെ സ്നേഹിക്കണം. നീതിയുക്തമായിട്ട് അവർക്ക് കൊടുക്കുന്നതിൽ നീതി വേണം. എല്ലാവരെയും ഒരുപോലെ, ഇവൾ എന്നെ നോക്കിയവരാണ്, നോക്കിയതിന് അള്ളാഹു കൂലി കൊടുക്കും. എന്നെ നോക്കിയ മോളാണ്, അവൾ ഓൾക്ക് മുഴുവൻ കൊടുക്കട്ടെ. ഇവനെ നോക്കിയിട്ടില്ലല്ലോ, നോക്കാത്തതിൻ്റെ കുറ്റം അവരല്ലാഹുവിൽ നിന്ന് അനുഭവിച്ചോളും. പക്ഷേ ഇവിടെ നിങ്ങൾ നൽകുന്ന ദാനത്തിൽ നിങ്ങൾ നീതി ചെയ്യണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അത് വലിയ വിഷമായിരിക്കും. ഉമ്മാൻ്റെ വാപ്പാൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം അവസാന കാലം ഉമ്മാൻ്റെ വാപ്പാനെ നോക്കണ മക്കളും ഉണ്ട് കേട്ടാ. അങ്ങനെയുണ്ട്. ആ അവസാന കാലം വരുമ്പോൾ എന്നിട്ട് വല്ല പറയും മരിച്ചതിന് ശേഷം ഉമ്മാൻ്റെ വസിയത്ത് ഉണ്ട്, ആ പേരെ എനിക്കാണ്. ഉമ്മ അത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഉമ്മ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. മരിച്ചുപോയ ഉമ്മാനെ വല്യമ്മാനെ പറ്റി പറയണത്. പിന്നെ ഈ ആളായിരിക്കും വല്യമ്മാൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക അവസാന കാലം. പച്ച നുണ പറഞ്ഞിട്ട് സമ്പത്ത് അടിച്ചു മാറ്റുക. സുബ്ഹാനല്ലാഹ്. എവിടെയൊക്കെ അതൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്? 1 മിനിറ്റ് ശ്വാസം നിന്നാൽ തീരുന്നൊരു ലോകത്താണ് നമ്മളുള്ളത്. സുബ്ഹാന റബ്ബി. അതുകൊണ്ട് ലാ തഅകുലു അംവാലന്നാസി ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ അനുമതിയില്ലാതെ പൊരുത്തമില്ലാതെ സമ്പത്ത് നിങ്ങൾ എടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. നിങ്ങളത് തിന്നരുത്. ഹക്കല്ലാത്തത്, പൊരുത്തമില്ലാത്തത്, ഒരാളുടെ വസിയത്ത് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാം. എത്ര വിഷമുണ്ടാക്കും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിൽ വസിയത്തുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക. വസിയത്തുകൾ സാക്ഷികൾ മുഖാന്തരം രേഖപ്പെടുത്തി കാണിച്ചു കൊടുക്കുക. ഉമ്മയും വാപ്പയും ഉണ്ടെങ്കിൽ ആ തെളിവിനനുസരിച്ചാവട്ടെ. വസിയത്ത് ചെയ്താൽ സമ്പത്തിൻ്റെ 1/3 പിന്നെ മരണശേഷം നടപ്പാക്കുക. ഒരാൾക്ക് 1 കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അയാൾ പറഞ്ഞു എൻ്റെ മരണശേഷം ഈ 1 കോടിയും പള്ളിക്ക് വഖഫാണ് എന്ന്, അല്ലെങ്കിൽ പള്ളിക്ക് ഞാൻ ദാനമായി കൊടുക്കാൻ തീരുമാനിച്ചു എൻ്റെ മരണശേഷം എന്നൊരാൾ പറഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞിട്ടാണ് ദാനം, മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമ്പത്ത് പള്ളിക്കാണ് എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ 1/3 പള്ളിക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 2/3 അനന്തര അവകാശ നിയമപ്രകാരം സ്വത്ത് ഓഹരി വെക്കപ്പെടേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് മുഴുവൻ കൊടുക്കാം. മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ സമ്പത്ത് മുഴുവൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുക്കാൻ പറ്റില്ല. 1/3 വസിയത്ത് വരുള്ളൂ. 1/3 വസിയത്ത് നടപ്പാക്കപ്പെടുള്ളൂ. ബാക്കി 2 അനന്തരാവകാശ നിയമമേതോ ആ നിയമത്തിനനുസരിച്ച് ഓഹരി വെക്കപ്പെടണമെന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ അദിലാണ്, പടച്ചതമ്പുരാൻ്റെ അദിലാണ്. എന്തേ ഇപ്പോൾ ആണോഹരിയും പെണ്ണോഹരിയും പറയുമ്പോഴേക്കും ആരും വിഷമിക്കേണ്ടതില്ലല്ലോ. നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ആണിന് പെണ്ണിന് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ട്. ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. എന്താ അതിനർത്ഥം? ആണിന് കിട്ടുന്ന സമ്പത്ത് പുരുഷന് കിട്ടുന്നത് അവൻ്റെ ഉമ്മാക്ക് ചിലവഴിക്കാനുള്ളതാ, അവൻ്റെ പെങ്ങൾക്ക് ചിലവഴിക്കണം, അവൻ്റെ ഭാര്യയ്ക്ക് ചിലവഴിക്കണം, അവൻ്റെ മക്കളെ പഠിപ്പിക്കണം, മക്കളെ കെട്ടിച്ചയക്കണം, അവന് വീടുണ്ടാക്കണം. ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ളതാ ആൺകുട്ടിക്ക് കിട്ടുന്ന 2 ഓഹരി. പെണ്ണിന് കിട്ടുന്ന 1 ഓഹരി അത് അവൾക്ക് വേണ്ട കാര്യങ്ങൾ അവൾ മാത്രം ചിലവഴിച്ചാൽ മതി. അവൾ കുടുംബം നോക്കേണ്ടതില്ല, അവൾ മക്കൾക്ക് ചിലവ് കൊടുക്കേണ്ടതില്ല, അവൾ വീട് വെക്കേണ്ടതില്ല, അവരാരെയും സഹായിക്കൽ അവൾക്ക് നിർബന്ധമില്ല. പക്ഷേ പുരുഷൻ അങ്ങനെയല്ല, അവന് കുടുംബം നോക്കൽ നിർബന്ധമാണ്. പുരുഷന് കിട്ടുന്ന മുഴുവൻ കുടുംബത്തിന് ചെലവഴിക്കാനുള്ളതാ. പെണ്ണിന് കിട്ടുന്ന 1 ഓഹരി അത് അവൾക്ക് മാത്രമാണ്. ആ നിലക്ക് പെണ്ണിനും ആണിനും ഒരേപോലെയാണ് അള്ളാഹു നിയമം വെക്കുന്നതെങ്കിൽ, പെണ്ണിന് 500 ആണെങ്കിൽ ആണിനും 500 എന്ന് പറഞ്ഞാൽ ദുൽമല്ലേ ഇത്? ആ 500 അവൾക്ക് എടുത്തു വെക്കാം, ഇവൻ്റെ 500 ചെലവഴിക്കാനുള്ളതാ. അതുകൊണ്ടാണ് അള്ളാഹു അവന് 2 ഓഹരി ഉണ്ട് എന്ന് പറയാൻ കാരണം. പുരുഷൻ്റേത് ചെലവഴിക്കാനുള്ളതാണ്. അപ്പോൾ അവന് പെണ്ണിനെ പോലെ കിട്ടിയാൽ പോരാ, അവൻ എന്തെങ്കിലും ചെലവഴിക്കണമെങ്കിൽ തന്നെ അവൻ്റെ കയ്യിൽ ഏറെ വേണം. അതിനാണ് അള്ളാഹു ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. അതും അള്ളാഹു ചെയ്തൊരു നീതിയാണ്, അള്ളാഹുവിൻ്റെ അദിലാണ്, അള്ളാഹുവിൻ്റെ അദിലാണ്. ഫത്തഖുല്ലാഹ വഅദിലൂ ബൈന ഔലാദിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണമേ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണമേ, മക്കൾക്കിടയിൽ നീതി ചെയ്യണം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി ലയൻസിലന്ന ഇബ്നു മറിയമ ഹകമൻ ആദിലാ, ലോകാവസാനത്തോടടുക്കുമ്പോൾ നീതി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും, നീതിയില്ലാത്ത കാലം വരും, നീതി നിഷേധിക്കപ്പെടും.